സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിയെ സ്വന്തം പദ്ധതി എന്ന പോലെ അവതരിപ്പിച്ച് നാണം കെട്ട് കോൺഗ്രസ്. പേരാമ്പ്രയിലെ കോടച്ചേരിയിലാണ് ലൈഫ് പദ്ധതിയുടെ പണിത വീട് കോൺഗ്രസ് അടിച്ചുമാറ്റിയത്. വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ച ഷാഫി പറമ്പിൽ എം പി നാട്ടുകാർക്ക് മുന്നിൽ അപഹാസ്യനായി. കഴിഞ്ഞ ദിവസമാണ് ലൈഫ് പദ്ധതിയിൽ കോഴിക്കോട് പേരാമ്പ്ര പഞ്ചായത്ത് അനുവദിച്ച വെങ്ങേപ്പറ്റ സ്വദേശിനിയുടെ വീട് കോൺഗ്രസ് നിർമ്മിച്ചു നൽകിയതാണെന്ന് വ്യാജ പ്രചാരണം നടത്തി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഉദ്ഘാടന മാമാങ്കം നടത്തിയത്. ഉദ്ഘാടനം നിർവഹിച്ച് ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഷാഫിക്കെതിരെ ട്രോൾ പ്രവാഹമായി. SC വിഭാഗത്തിൽപ്പെട്ട വെങ്ങേപ്പറ്റ സ്വദേശിനിയും ഭർത്താവും ലൈഫ് പദ്ധതിയിൽ വീടിനായി 2021 ഫെബ്രുവരി 9 എഗ്രിമെന്റ് വെച്ചത്. 2 ഗഡുക്കളായി 1 ലക്ഷം രൂപ കൈപ്പറ്റിയ ശേഷം രോഗിയായ ഭർത്താവ് മരിച്ചു. 2022 ഡിസംബർ 17 വീട് നിർമ്മാണം പൂർത്തിയായി. ലൈഫ് പദ്ധതിയിൽ 4 ലക്ഷം രൂപയും 26,017 രൂപ പഞ്ചായത്തും വീടിനായി ചെലവഴിച്ചു. ഇതാണ് കോൺഗ്രസ് നിർമ്മിച്ച വീടാണെന്ന് പ്രചരിപ്പിച്ച് താക്കോൽദാനം നടത്തി ജനങ്ങളെ കബളിപ്പിച്ചത്. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെതിരെയും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും കൊടേരിച്ചാലിൽ CPIM പ്രതിഷേധ പ്രകടനം നടത്തി. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്തിന്റെ 2021-22 വാർഷിക പദ്ധതി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ കുടുംബത്തിന് വീട് നിർമ്മിച്ചിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതിയുടെ പേര് പോലും പരാമർശിക്കാതെ കോൺഗ്രസ് ആണ് ഈ ഭവന നിർമ്മാണം നടത്തിയത് എന്നുള്ള രൂപത്തിലേക്കുള്ള പ്രചരണമായി പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ വടകര MP-യും KPCC വർക്കിംഗ് പ്രസിഡന്റുമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെ നാടിനകത്ത് കുപ്രചരണമായിട്ട് രംഗത്തെത്തി. സർക്കാർ പദ്ധതികളെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞാണ് ഷാഫി പറമ്പിലെന്ന് CPIM ആരോപിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.